കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാർ അവർക്ക് അതിവേഗം നടപടികൾക്ക് നേതൃത്വം നൽകുകയാണ്. DVS തയ്യാറാനുള്ള നടപടികൾ REC പകുതിയിലേറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നടപടികളിലേക്ക് പോകും. 4-1 വിജ്ഞാപനം മുതൽ ഇങ്ങോട്ടുള്ള കാലതാമസത്തിൽ 12% പിന്നെ പലിശയും അവർക്ക് ലഭ്യമാകും. ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവിടെയുള്ള ആളുകളുടെ പ്രശ്നം റവന്യൂ റിക്കവറി ആണെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ആ കാര്യത്തിൽ ആലോചിച്ച് തൽക്കാലം നിർത്തിവെക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കാം. കേരള ബാങ്കിൻ്റെ കാര്യമാണ് പിന്നെ ഒന്ന് അങ്ങയുടെ സൂചിപ്പിച്ചത്. കേരള ബാങ്ക് അങ്ങേക്കറിയാം, വയനാട്ടിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അഭിമാനകരമായ നടപടി എടുത്തതാണ്. ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് കേരള ബാങ്കിൻ്റെ മുമ്പാകെ പ്രശ്നം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. റവന്യൂ റിക്കവറി ക്രമങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനുള്ള നടപടി റവന്യൂ വകുപ്പ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ 14.65 ഏക്കർ ഭൂമിക്ക് അർത്തന കിൻഫ്രയിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ 11 കാലാവധി 16/11/2025 വരെ നീട്ടിയിട്ടുമുണ്ട്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഞാൻ മറുപടിയിൽ പറഞ്ഞതുപോലെ പ്രത്യേകമായൊരു പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു പുനരധിവാസ കാര്യം ആലോചിക്കാൻ പറ്റൂ. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജ് തയ്യാറാക്കി തരാൻ ഇപ്പോൾ ഭരണവകുപ്പ് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക.